ഹായ് ഹലോ ഓൾ. ഇന്ന് വില്യം ബ്ലേക്കിന്റെ ദ ലാംബ് എന്നുള്ള പോയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ദ ടൈഗർ എന്നുള്ള പോം റെഫർ ചെയ്തിരുന്നു. ദ ലാംബ് എന്നുള്ളത് വില്യം ബ്ലേക്കിന്റെ തന്നെ കളക്ഷൻ ആയിട്ടുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസിനകത്താണ് എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇയർ 1789 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലേക്കിന്റെ ഫിലോസഫി അല്ലെങ്കിൽ റൊമാൻറ്റിക് ഐഡിയൽസ്, അതായത് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇമേജ് ഓഫ് ചൈൽഡ്ഹുഡ് ആണ് വില്യം ബ്ലേക്കിന്റെ പോയട്രിയിലുള്ള ഏറ്റവും ഒരു സെൻട്രൽ ഇമേജ് എന്ന് പറയുന്നത്. അഡൾട്ട്സിനെ എപ്പോഴും എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് അഡൾട്ട്സ് ആണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ബ്ലേക്കിൻ എന്ന് പറയുന്ന വളരെ പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉള്ള വ്യക്തികളെ പോലെയാണ് പറയുന്നത്. ആൻഡ് അവരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറപ്റ്റഡ് സൊസൈറ്റിയിൽ ഒരിക്കലും ബിലോങ് ചെയ്യേണ്ട ആളുകളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇന്നസെൻസ് ആൻഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് ഈ കോൺട്രാസ്റ്റീവായിട്ട് അദ്ദേഹം പറയുന്നു. ഹ്യൂമൻ സൈക്കോളജിയെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ സ്പിരിച്വൽ സൈഡിനെ കുറിച്ചൊക്കെയാണ് ഈ രണ്ട് വർക്ക്സിനകത്ത് അദ്ദേഹം പറയുന്നത്. ലാംബ് എന്നുള്ള ഈ ഒരു പോയം എന്ന് പറയുന്നത് സോങ്സ് ഓഫ് ഇന്നസെൻസിനകത്ത് ഒരു പോയമാണ്. വളരെ സിമ്പിൾ വൊക്കാബുലറിയും സിമ്പിൾ സ്ട്രക്ചറുമാണ് ലാംബിൻ്റേത്. ഇതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗോഡിനെ വളരെയധികം ബെനിഫിഷ്യൻ്റ് ആയിട്ട് ലവിങ് ആയിട്ടാണ് കാണിക്കുന്നത്. ലാംബ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ഇമേജിൽ അല്ലെങ്കിൽ ഒരു മെറ്റഫർ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ദൈവത്തിനുള്ളൊരു പ്രാർത്ഥന പോലെ നമുക്ക് ഈ ഒരു വർക്ക് വായിക്കാം. നമ്മൾ ടൈഗറിനെ കുറിച്ച് കേട്ടതുപോലല്ല. ലാംബിന്റെ ഒരു പോയം എന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ഗോഡിന്റെ ക്രിയേഷൻ, ഗോഡിന്റെ ആ ഒരു വില്ല് എന്താണ്, അതിൻ്റെ ബ്യൂട്ടി എന്താണ്, നേച്ചറിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്, അതായത് നേച്ചറിനെ എങ്ങനെ ഒരു ചൈൽഡിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അതായത് പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു കള്ളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ഇതിനകത്ത് കാണാൻ സാധിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ ബിബ്ലിക്കലായിട്ടുള്ള തീമും അതുപോലെ പിന്നെ എന്താണ് റൊമാൻറ്റിക് ആയിട്ടുള്ള തീംസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. റൊമാൻസ് ഇൻ ദ സെൻസ് ലവ് എന്നുള്ള തീമല്ല, ഇവിടെ ഗോഡിനോടുള്ള ലവ് ഉണ്ട്, അല്ലാതെയുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാൻസയിലോട്ട് പോവാം. അപ്പം ലാംബിന്റെ ഇയർ നിങ്ങൾ നോക്കിക്കോണം, 1789 ആണ്. ഒരു വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലിറിക്കൽ പോയംസ് ആണ്. പോയത്തിൽ ഒരെണ്ണമാണ് നമ്മുടെ ലാംബ് എന്ന് പറയുന്നത്. ഇതൊരു ചൈൽഡും ലാംബും തമ്മിലുള്ള ഡയലോഗ് പോലെയാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. ലാംബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാം, ഒരു യൂണിവേഴ്സൽ സിമ്പലാണ്. എന്തിൻ്റെ? ഒരു ഇന്നസെൻസിന്റെ അല്ലെങ്കിൽ ജീസസിന്റെ സിമ്പലാണിത്. ഓക്കെ, അപ്പം ലാംബ് എന്ന് പറയുന്നത് ഇവിടെ ഐഡന്റിഫൈസ് വിത്ത് ക്രൈസ്റ്റ് ആണ്. പോയം എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്ത്യൻ കമ്പാഷനെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഐഡിയൽസിനെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ദൈവത്തിനെയാണ് ഇവിടെ എന്താ പറയുക ലാംബ് എന്ന് പറഞ്ഞ് മെറ്റഫറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് തീംസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാം 5, അതായത് റൈംഡ് കപ്ലറ്റ്സിലാണ് എഴുതി പോയേക്കുന്നത്. ഓക്കെ, പിന്നെ ദെൻ ലിറ്ററി ഡിവൈസും സിമ്പിൾസും നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ സ്റ്റാൻസ 1 നമുക്ക് നോക്കാം. ലാംബ് എന്ന് പറയുന്ന ഒരു ഡൈഡാക്റ്റിക് പോയമാണ്. എന്തോ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന പോലെ, അതായത് ഒരു മെസ്സേജ് ഉള്ളൊരു പോയമാണ് ഡൈഡാക്റ്റിക് പോയം എന്ന് പറയുന്നത്. സോ ഇതും അങ്ങനെ ഒരു ഡൈഡാക്റ്റിക് പോയമാണ്. അപ്പോൾ പോയറ്റ് എന്ന് പറയുന്നത് ഇവിടെ ലോർഡ് ക്രൈസ്റ്റിന് ഒരു ട്രിബ്യൂട്ട് പോലെ കൊടുക്കുവാണ്. അപ്പോൾ ക്രൈസ്റ്റിനെ ഇവിടെ വളരെ ഇന്നസെന്റ് ആയിട്ടും വളരെ പ്യുവർ ആയിട്ടും ഉള്ള ഒരു ചൈൽഡായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലൈക്ക് എ ലാംബ്. അപ്പോൾ ഇവിടെ ചൈൽഡും ഉണ്ട്, ഇവിടെ ലാംബ് എന്നുള്ള 2 ഇമേജസ് ഉണ്ട്. അത് രണ്ടും എന്ന് പറയുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ക്രൈസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുവാണ് ലാംബിന്റെ അടുത്ത്, ലിറ്റിൽ ലാംബ് ഹൂ മെയ്ഡ് ദി, അതായത് നിന്നെ ആരാണ് ഉണ്ടാക്കിയത്? ഡസ് ദൗ നോ ഹൂ മെയ്ഡ് ദി, അതായത് നിനക്കറിയാമോ നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തത്, നിനക്കാരാണ് ലൈഫ് തന്നത്, നിന്നെ ആരാണ് ഫീഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. നിനക്ക് ആരാണ് ഈ ഒരു ക്ലോത്തിങ് തന്നത്? വളരെ, അതായത് ആ ആടിൻ്റെ ആ ഒരു ക്ലോത്തിങ് അറിയാലോ, അത് ആരാണ് നിനക്ക് തന്നത്? വളരെ സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തിങ് ആണ്, വളരെ വൂളി ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തിങ് ആണ് നിനക്കുള്ളത്. അതുപോലെ നിന്റെ വോയിസ് എന്ന് പറയുന്നത് വളരെ ടെൻഡർ ആണെന്നാണ് പറയുന്നത്. അത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിൽ വളരെ ഹാപ്പിനെസ് തോന്നുന്നതെന്നാണ് പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലെസ്സഡ് ലൈഫ് നിനക്ക് ആരാണ് തന്നതെന്ന് ഒരു കുഞ്ഞ് ലാമ്പിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് എന്തിനെയാണ്? ദൈവത്തിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഈ ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് വൂള്, അതുപോലെ തന്നെ ഇത്രയും നല്ല ക്ലോതിങ്, ഇത്രയും നല്ല വോയിസ്, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ആര് തന്നു എന്നാണ് ചോദിക്കുകയാണ് നമ്മുടെ ചൈൽഡ് ഈ ലിറ്റിൽ ലാമ്പിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. ഓക്കെ, അപ്പം ലാമ്പിന് ഇത്രയും നല്ല ബ്ലെസ്സഡ് ലൈഫാണ് ഉള്ളത്. അതിൻ്റെ എന്താണ് ഈ മെഡോസിലും അതുപോലെ തന്നെ സ്ട്രീംസിലും എല്ലാം വെള്ളം കുടിക്കാനും ഗ്രേസ് ചെയ്ത് നടക്കാനും ഒക്കെ അതുപോലും ദൈവം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നിനക്ക് ദൈവം തന്നത്, അല്ലെങ്കിൽ ആരാണ് തന്നതെന്ന് നിനക്കറിയാമോ? അപ്പോൾ ലാമ്പിൻ്റെ ഒരു ഒരു ഇമേജാണ് നമുക്ക് ഇതിനകത്തൂടെ ഈ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തൂടെ പോയിട്ട് നമ്മുടെ ചൈൽഡിൻ്റെ ഇന്നസെൻറ്റ് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് പിന്നെന്താണ് ഈ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയത്തിനും ഇത് തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എല്ലാത്തിനകത്തും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ
കുട്ടി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, ആരാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ആ ഒരു ഇന്നസെൻസും ഉണ്ട്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വോയിസ് ആണ് ഈ ഒരു ലാമ്പിനുള്ളത്. അത് വളരെ നമുക്കൊരു ഹാപ്പിനെസ് തരുന്നുണ്ട് ഈ ഒരു സറൗണ്ടിങ് വാല്യൂസിൽ പോലും. ഇതൊരു ചൈൽഡിൻ്റെ ഇന്നസെൻസിനെയും ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നേച്ചറുമായിട്ട് അല്ലെങ്കിൽ ഈ ലാമ്പുമായിട്ട് ഈ ചൈൽഡിന് അതിൻ്റെ ഇന്നസെൻസ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും ഒരു ഡിവിനിറ്റി ഈ കുഞ്ഞിന് കാണാൻ സാധിക്കുന്നു ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇന്നസെൻസ്. അതുകൊണ്ടാണ് ഈ കുഞ്ഞ് ഡയറക്റ്റ്ലി ലാമ്പിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റാൻസ 2 എന്ന് പറയുന്നത് വീണ്ടും ലിറ്റിൽ ലാമ്പ് ഐ വിൽ ടെൽ ദി, അതായത് നീ കുഞ്ഞിൻ്റെ അടുത്ത് പറയുക, ഇത് ചോദിക്കുവാണ്, നിനക്ക് ആരാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തതെന്നും ഞാൻ പറഞ്ഞു തരാം നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പോയിട്ട് പറയുവാണ്. അവിടെ ലാമ്പും ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് ലാമ്പും ക്രൈസ്റ്റും ചൈൽഡും എല്ലാം ഒന്നാണ്. ഓക്കെ, ക്രൈസ്റ്റിന് വേറൊരു പേരുണ്ട് ലാമ്പ്. ഇപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നതും ലാമ്പിനെ പോലെ തന്നെ വളരെ മീക്ക് ആൻഡ് മൈൽഡ് ആണ്, അല്ലെങ്കിൽ ഇന്നസെന്റ് ആണ്. ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്നതും പണ്ടൊരു കുഞ്ഞായിരുന്നു അല്ലേ, എർത്തിൽ വന്നപ്പോൾ സൺ ഓഫ് ഗോഡായിട്ട് വന്നപ്പോൾ ക്രൈസ്റ്റും കുട്ടിയായിരുന്നു. അപ്പോൾ പറയുവാണ്, ഈ കുട്ടി പറയുവാണ്, അതായത് വീണ്ടും ചോദിക്കുവാണ്, ലിറ്റിൽ ലാമ്പ് നിന്നെ ആരാണ് ഉണ്ടാക്കിയത് നിനക്കറിയാമോ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, നിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹവും ലാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹവും നിന്റെ കണക്ക് വളരെ ഇന്നസെന്റ് ആണ്, വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ക്രീച്ചറാണ്. അദ്ദേഹവും ഒരിക്കൽ ആരായിരുന്നു, ലിറ്റിൽ ചൈൽഡായിരുന്നു. നിന്നെയും എന്നെയും പോലെയും ലിറ്റിൽ ചൈൽഡായിരുന്നു. നമ്മളെയും അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നിന്നെ ദൈവം ബ്ലസ് ചെയ്യട്ടെ എന്നാണ് പോയിട്ട് പറഞ്ഞത്. അതായത് നമ്മുടെ ചൈൽഡ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പറയുവാണ്, ഈ ചൈൽഡും ലാമ്പും ക്രൈസ്റ്റും എല്ലാം ഒന്നാണെന്ന് ഇവിടെ, അതായത് അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് എല്ലാം അദ്ദേഹം തന്നെയാണെന്നാണ് ഇവിടെ വീണ്ടും അസേർട്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പം ലാമ്പിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഞാനും നീയും ദൈവവും എല്ലാം ഒന്നാണ്. ദൈവവും ഒരിക്കൽ കുട്ടിയായിരുന്നു എൻ്റെ കണക്ക്, നിന്റെ കണക്ക് തന്നെയാണ് ദൈവവും വളരെ ഇന്നസെന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്തിനെയാണ് കാണിക്കുന്നത്, ചൈൽഡ്ഹുഡിൻ്റെ സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഏജ് വളരെ ടെൻഡറായിട്ട് വളരെ പ്യുവർ ആയിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ളൊരു ഏജാണ്. അപ്പോൾ ആ കുട്ടിക്ക് ബാക്കിയുള്ള ക്രീച്ചേഴ്സിനോടുള്ള ഇഷ്ടവും നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിലീജിയസ് സിംബലും ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയസ് നോട്ടുണ്ട് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത്. ഈ ലാമ്പ് എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാം, പാസ്റ്ററൽ പോയം കൂടിയാണ്. അപ്പോൾ അത് നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയം കൂടി ആയതുകൊണ്ട് ഇതിനൊരു പാസ്റ്ററൽ പോയം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ പാസ്റ്ററൽ പോയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജോയ് അല്ലെങ്കിൽ ഇന്നസെൻസ് തരുന്ന ഒരു പോയമാണ്. ഓക്കെ, ചൈൽഡ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ലാമ്പ് ആൻസർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല, കുഞ്ഞ് തന്നെ ആൻസർ ചെയ്യുകയാണ് ഇതിനെല്ലാ ക്വസ്റ്റ്യൻസിനും. ഓക്കെ, ആൻഡ് ദെൻ ജീസസിനെ എന്തുകൊണ്ടാണ് വളരെ മീക്ക് ആൻഡ് മൈൽഡ് എന്ന് പറയുന്നത്, ജീസസ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് നേച്ചേർഡ് അല്ലെങ്കിൽ വളരെ സബ്മിസീവ് ആയിട്ടുള്ളൊരു ഇമേജ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നമ്മുടെ മാൻകൈൻഡിന് വേണ്ടിയാണ് ചൈൽഡായിട്ട് ഇവിടെ ജനിച്ചത് തന്നെ. അപ്പം നറേറ്ററും ഒരു ചൈൽഡാണ്, അതും ഒരു ലാമ്പാണ്. അവർ രണ്ടുപേരെയും വിളിക്കുന്നത് ജീസസിന്റെ പേരിലാണ്. അപ്പോൾ ആ ഒരു ട്രിനിറ്റി, ആ ഹോളി ട്രിനിറ്റി ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്നുള്ള ലിറ്ററി ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അലിട്രേഷൻ അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഒക്കെ വരുന്നുണ്ട്. റെപ്പറ്റീഷൻ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചില ലൈൻസ് വരുന്നുണ്ട്. ഈ കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം റിപ്പീറ്റഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൈംഡ് കപ്ലറ്റ് ഉണ്ട്, ഇതിനകത്ത് റിഫ്രെയിൻ ഉണ്ട്. റിഫ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈൻസ് വരുന്നുണ്ട്. തീംസ് വരുന്നതെന്ന് വെച്ചാൽ റിലിജൻ, ഇന്നസെൻസ് ആൻഡ് മൊറാലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പം റിലിജന്റെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ കാര്യം, ഇന്നസെൻസ് ചൈൽഡ്ഹുഡിനെ കാണിക്കുന്നു. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടൈഗർ എന്നുള്ള പോയവും കൂടി പഠിച്ചു വെക്കുക. ഈ ഒരു പോയം ഒറ്റയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ടൈഗറിൻ്റെ ആ ഒരു ഇതും കൂടെ നമ്മൾ പറഞ്ഞിരിക്കണം, അതായത് കമ്പാരിസൺ നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ ടോൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്ന പോയം, നമ്മളൊരു ലിറ്റിൽ ലാമ്പിനെ അല്ലെങ്കിൽ ക്രൈസ്റ്റിനെയാണ്. സെൻട്രൽ ഐഡിയ എന്താണെന്നും ഈ ഒരു ലാമ്പ് എന്നുള്ള പോയത്തിലെ കമ്പാനിയൻ പോയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടൈഗർ ആണ്. ലാമ്പിനെ ആരായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് റൈം സ്കീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈമിംഗ് കപ്ലറ്റ് ആയതുകൊണ്ട് A B C D അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പോയട്രിയുടെ ജാണർ എന്താണെന്ന് ചോദിച്ചാൽ ഇത് റിലീജിയസ് പോയമാണെന്ന് പറയാം, അല്ലെങ്കിൽ പാസ്റ്ററൽ പോയമാണെന്ന് പറയാം. നേച്ചറിനെ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, നേച്ചറിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോതിങ്, അതായത് ഈ ഒരു ലാമ്പ് എന്ന് പറയുന്ന നേച്ചറിന്റെ ഭാഗമാണ്. നേച്ചർ തന്നെയാണ് ലാമ്പിനെയും ടൈഗറിനെയും എല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഇന്നസെൻസിന്റെ ഒരു സിമ്പലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചൈൽഡ്ഹുഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്ഷൻ തോന്നുന്നത് നേച്ചറിനോടും ഈ ക്രീച്ചേഴ്സിനോടും ഒക്കെ ആയിരിക്കും. അപ്പോൾ നേച്ചറിലുള്ള ഡിവിനിറ്റിയാണ് ഈ കുഞ്ഞ് കാണുന്നത്.
ഇതൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇതിനകത്ത് ഫിഗർ ഓഫ് സ്പീച്ച്, അതായത് കമ്പാരിസൺസ് നടത്തി നിൽക്കുന്ന മെറ്റഫറൊക്കെ എന്താണെന്ന് പറയാം. ലിട്രേഷനൊക്കെ ഉണ്ട്, റെപ്പറ്റീഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ തീം എന്താണെന്ന് ഞാൻ പറഞ്ഞു, ലാമ്പ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഒരു പിന്നെന്താണ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ടൈഗറിനെ പോലെ തന്നെയാണ് ലാമ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയ്ക്കകത്ത് ലാമ്പും ടൈഗറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലെ ഞാൻ ഇടുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു.